ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ജന്നാതി മെഡിസ്റ്റേ. ഇന്നത്തെ ഈ വീഡിയോയിൽ എൻ്റെ 2 ദിവസത്തെ വർക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് താലികെട്ടിന് വേണ്ടിയിട്ടുള്ളൊരു ബ്ലൗസാണ് കേട്ടോ, സെറ്റ് സാരിയുടെ ബ്ലൗസാണ്. അപ്പോൾ അതിൻ്റെ സ്ലീവ് ഞാൻ രാത്രി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എനിക്ക് 2 ഹെൽപ്പേഴ്സ് ഉണ്ടായിരുന്നു. അവർ വന്നിട്ടാണ് ബാക്കി നെക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തത്. അപ്പോൾ ഒരാളിവിടെ ഫ്രണ്ട് നെക്കിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് സെറി ത്രെഡ് വെച്ച്, മറ്റേ ആൾ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് സിനു ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അവളെ ഇട്ട് ഒരുപാട് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. പിന്നെ കുറച്ച് അവൾ വർക്ക് ചെയ്ത ബ്ലൗസൊക്കെ ഫോട്ടോ എടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ആളവിടെ നിൽക്കുന്നുണ്ട്, വീഡിയോ എടുക്കാൻ അവൾ സമ്മതിച്ചില്ല. അപ്പോൾ ഞാനും അവളും കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ചെയ്യാനുള്ള സാരി ഡിസ്കഷൻ ചെയ്യാണ്, എന്ത് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അവരൊക്കെ പോയിട്ട് ഞാൻ ബാക്കി വർക്ക് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ആ ഒരു ബ്ലൗസിൽ കുറച്ച് ബൂട്ടാസും കൂടി സ്പ്രെഡ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ബാക്കി വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് എൻ്റെ ഹെൽപ്പേഴ്സ് പോയത് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇത് ഊരിയിട്ട് അടുത്തതിന് കയറ്റണം. അതൊരു വലിയ പ്രോസസ്സാണ്. കോട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും ഒരു മെറ്റീരിയൽ അത് കയറ്റുക എന്ന് പറയുന്നത് എത്ര ടാസ്ക് പിടിച്ച പരിപാടിയാണെന്ന്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വേഗം തന്നെ അതിന് ചെയ്യണം. എന്നിട്ട് അത് കുറച്ച് പ്ലാനിങ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനങ്ങനെ നെക്സ്റ്റ് വർക്ക് ചെയ്യാനുള്ളതിന് അതിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ട്രയൽ നോക്കി, അതെനിക്ക് ഇഷ്ടമായില്ല, ഞാനത് അഴിച്ചിട്ട് വേറെ വർക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേ സമയം തന്നെ ഞാൻ ഇപ്പുറത്ത് എൻ്റെ ചെറിയ കോട്ടിൽ ഒരു മെറ്റീരിയലും കൂടി അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിപ്പ് സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ളൊരു വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല തിരക്കുള്ള സമയത്ത് ഇതുപോലെ 2 കോട്ടൊക്കെ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുക കേട്ടോ. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ നമുക്കൊരു മനസ്സമാധാനം കിട്ടും, എല്ലാ വർക്കും നടക്കുന്നുണ്ടല്ലോ എന്നുള്ള. അപ്പോൾ ഞാൻ അന്ന് സ്റ്റിച്ച് ചെയ്ത സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സമയത്ത്, വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് വേറെ 2 ഡ്രസ്സും കൂടി എടുക്കാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അന്ന് രാത്രി പെട്ടെന്ന് എൻ്റെ നൈബർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് അത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്, നാളെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ 2 ദിവസം മുമ്പ് മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഡേറ്റ് അവർക്ക് ഫിക്സ് ആവാത്തതുകൊണ്ട് പിന്നെ പറയാമെന്ന് പറഞ്ഞു പോയതായിരുന്നു. പിന്നെ പെട്ടെന്ന് പിറ്റേ ദിവസം വേണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒന്ന് അന്താളിച്ച് നിന്നെങ്കിലും പിന്നെ ഞാനതൊക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ. വീഡിയോയിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് സെറ്റാക്കി. അങ്ങനെ പിറ്റേ ദിവസമാണ് സ്റ്റിച്ച് ചെയ്തത്. രാത്രി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഹാൻഡ് വർക്ക് ചെയ്യാൻ പോയിട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനത് ചെയ്ത് കൊടുക്കും, പെട്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ചെയ്ത് കൊടുക്കുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല. അവർ ഭയങ്കരമായിട്ട് നല്ല റിവ്യൂ ഒക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഒരു സിമ്പിൾ ഫ്രോക്കാണ്, ഒരു കുഞ്ഞു യോക്കുമായിട്ട് അത്യാവശ്യം ഞൊറിവൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു ഫ്രോക്കാണ് ചെയ്തിട്ടുള്ളത്. ചിക്കൻ കാരി ആണ് അതിൽ വന്നിട്ടുള്ളത്. റയോണിൽ ചിക്കൻ കാരി വരുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി അത് പാക്ക് ചെയ്യാണ്. എൻ്റെ വർക്ക്സൊക്കെ ഇതുപോലെ ആകെ തിരക്ക് പിടിച്ചിട്ടാവും ചെയ്യുക. കുറേ വർക്ക് ചെയ്യാനുണ്ടാവും, ഹാൻഡ് വർക്ക് ചെയ്യാനുണ്ടാവും, സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും. അപ്പോൾ എല്ലാം മിക്സായിട്ടാണ് വർക്ക്സ് നടക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വർക്കിന് വേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.